ഒരു 10 പേർ ചേർന്ന് രണ്ടോ മൂന്നോ വരുന്ന SFI പ്രവർത്തകരുടെ നേർക്ക് തലയ്ക്കാണ് നേരെ ലാത്തിക്കൊണ്ട് മലപ്പുറത്ത് അടിച്ചിട്ടുള്ളത്. മലപ്പുറത്ത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെയാണ്. SFIയുടെ പ്രകടനങ്ങളിൽ ആദ്യം ഒന്ന് തുടങ്ങിയത് മലപ്പുറത്താണ്. പക്ഷെ മലപ്പുറത്ത് അത്തരത്തിലുള്ളൊരു അക്രമ സംഭവത്തിനും യാതൊരു വിധത്തിൽ ക്രമസമാധാനത്തെ ബാധിക്കുന്ന വിധത്തിലോ SFI അവിടെ മാർച്ച് നടത്തിയിട്ടില്ല. എന്നിട്ടും തലയ്ക്ക് നേരിട്ടാണ് പോലീസുകാർ അതിഭീകരമായി ആക്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഒരുപാട് പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരത്ത് ഈ പറഞ്ഞതുപോലെ പോലീസിൻ്റെ അന്ന് രാത്രി നടത്തിയിട്ടുള്ള പോലീസിൻ്റെയും KSUവിൻ്റെയും നരനായാട്ടിൻ്റെ ഭാഗമായി SFIയുടെ സംസ്ഥാന പ്രസിഡന്റും ബാലസംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. അതൊക്കെയും കേരളം കണ്ടതാണ്. ഈ പശ്ചാത്തലത്തിൽ പിന്നീട് കേരളത്തിൽ SFIക്കെതിരെ വൻതോതിലുള്ള ഏകപക്ഷീയമായ അക്രമമാണ് ഈ സർക്കാർ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ കല്ലെറിഞ്ഞതും ഞങ്ങളെ ആക്രമിച്ചതുമായിട്ടുള്ള ഒരു KSUക്കാരൻ്റെ പേരിൽ ഈ നിമിഷം വരെയും കേരളത്തിൽ ഒരു FIR ഇട്ടിട്ടില്ല. എന്താണ് ഇടാത്തത്? കേരളത്തിൻ്റെ ഈ പറഞ്ഞ ആഭ്യന്തരമന്ത്രി പറഞ്ഞല്ലോ, ഞങ്ങൾ വന്നിട്ട് ഇത്ര ദിവസമേ ആയിട്ടുള്ളൂ, നിങ്ങൾ കുറച്ച് ക്ഷമിക്കുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. വന്നിട്ട് ഇത്ര ദിവസമേ ആയിട്ടുള്ളൂ. അടിച്ചമർത്താനാണോ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ ഇല്ലാതാക്കാനാണോ ഉദ്ദേശിക്കുന്നത്? സമരം ഞങ്ങൾ ചെയ്യണ്ട എന്നാണോ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം തന്നെ ഉത്തരം പറയണം. CBSE വിഷയം, നീറ്റ് വിഷയം, ഒരുപാട് വിഷയങ്ങൾ രാജ്യത്ത് നടക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി നാളെയും ഞങ്ങൾ തെരുവിലിറങ്ങും. ഞങ്ങൾ ഇറങ്ങണ്ട എന്നാണോ നിങ്ങളുടെ പോലീസിനെ കൊണ്ട് നിങ്ങൾ ഞങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇന്നിതാ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലേക്ക് ED നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട് നടന്നൊരു വിഷയം, ആ വിഷയത്തെ സംബന്ധിച്ച് നടത്തുന്ന അന്വേഷണത്തിൽ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എങ്ങനെ വന്നു? തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിനെതിരെ എന്ത് തെളിവാണ് പോലീസിൻ്റെ കയ്യിലുള്ളത്? വിജയ് വിമൽ എന്ന ഒരു ജനപ്രതിനിധി കൂടിയായിട്ടുള്ള ഒരു SFI നേതാവ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി സ്കൂളുകൾ വൃത്തിയാക്കി തിരികെ വീട്ടിലെത്തിയ നിമിഷത്തിൽ ഇന്ന് പകൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കൃത്യമായി തെളിവില്ല, അറസ്റ്റ് വാറണ്ട് ഇല്ല. വീടുകൾ കയറാനോ റെയ്ഡ് ചെയ്യാനോ അറസ്റ്റ് വാറണ്ട് ഒന്നുമില്ലാതെ പോലീസിന് ആരാണ് ഈ അധികാരം കൊടുക്കുന്നത്? ഇങ്ങനെയാണോ പോലീസ് ആക്ട് ചെയ്യേണ്ടത്? എത്രത്തോളം മൃഗീയമായാണ് വിജയ് വിമലിനെ കൈകാര്യം ചെയ്തത് എന്നുള്ളത് നിങ്ങൾ തന്നെ അന്വേഷിക്കണം. അപ്പോൾ SFIയുടെ ജില്ലാ പ്രസിഡന്റിനെ, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിനെയാണ് പോലീസ് ഈ തരത്തിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അങ്ങേയറ്റ പ്രതിഷേധം അതിൻ്റെ ഭാഗമായി SFI ഉയർത്തുകയാണ്. ഈ എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ കേസെടുക്കാത്തത് എന്നുള്ളത് പ്രതിപക്ഷ ഈ പറഞ്ഞ ആഭ്യന്തരമന്ത്രി പറയണമല്ലോ. പ്രതിപക്ഷ സംഘടന എന്ന നിലയിൽ, ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങൾ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ, ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ജയിച്ചൊരു വിജയാഹ്ലാദ പ്രകടനം പോലും കേരളത്തിൽ നടത്താൻ കഴിയില്ല എന്നാണോ അദ്ദേഹം തരുന്ന സന്ദേശം?